ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു ക്ലേ ആണ്, പിന്നെ ഒരു കത്തി, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമുക്കൊരു ബോർഡ് വേണം, പിന്നെ ഒരു കറുത്ത ക്ലേയും കൂടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ വെള്ള ക്ലേ എടുത്ത് നന്നായിട്ട് നമ്മൾ ബോൾ പോലെ കയ്യിലിട്ട് നമ്മളത് ഉരുട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അത് കുറച്ച് ഹാർഡായിട്ടായിരിക്കും കിട്ടുന്നത്. കുറച്ച് നമുക്കൊന്ന് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് അത് കയ്യിലിട്ട് നമ്മൾ നന്നായിട്ട് ക്രഷ് ചെയ്യണം. അതുപോലെ തന്നെ നന്നായിട്ട് അതിനെ നമുക്കൊരു ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ അരയന്നത്തിൻ്റെ ബോഡിയാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത്. അത് ജസ്റ്റ് നമുക്കൊരു മഴത്തുള്ളി പോലത്തെ ഒരു ഷേപ്പ് വരണം. മഴത്തുള്ളി പോലത്തെ ഒരു ഷേപ്പ് വന്നിട്ട് അതിൻ്റെ വാല് ജസ്റ്റ് നമുക്ക് ആ മഴത്തുള്ളിയുടെ എൻഡ് ഭാഗം ജസ്റ്റ് ഒന്ന് വളച്ച് വയ്ക്കുമ്പോൾ അതിന് ഏകദേശം നമുക്കൊരു അരയന്നത്തിൻ്റെ ശരീരം കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇത് നന്നായിട്ട് ഇത് നമ്മുടെ ഈ വിരൽ വെച്ച് നമ്മളൊന്ന് തിരുമ്മി കൊടുത്താൽ മതി. നമുക്ക് അതിൻ്റെ ഇതിനിടയിലുള്ള മുറിവും ഒടിവും എല്ലാം മാറി നല്ല സ്മൂത്തായിട്ട് അത് കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നല്ലൊരു വൃത്തിക്കൊരു എൻഡ് വരുന്നത് വരെ നമ്മൾ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് ഉരച്ചാൽ മാത്രം മതി. അതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു മഴത്തുള്ളിയുടെ ഒരു ഷേപ്പ് നമുക്കത് കിട്ടണം. മഴത്തുള്ളിയുടെ ഒരു ഷേപ്പ് കിട്ടിയ ശേഷം നമ്മളത് നന്നായിട്ട് ഇതാക്കണ്ടില്ലേ, ആ ഒരു എൻഡ് നമ്മൾ വാല് പോലെ ആക്കുന്നത് ഇതേപോലെ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഏകദേശം അതിൻ്റെ ഒരു ബോഡി കണ്ടില്ലേ, നല്ല രസമൊക്കെ കാണാൻ. മാത്രമല്ല ഈ ക്ലേ ആർട്ടിഫിഷ്യൽ ക്ലേ ആയതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര സ്മൂത്തായിരിക്കും നമുക്ക് ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങളപ്പം സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ ചെറിയ ക്രാഫ്റ്റുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ബാർ ഓണാക്കി ഇടുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ അരയന്നത്തിൻ്റെ ബോഡി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ കഴുത്തും അതുപോലെ തന്നെ മുഖവും കൊക്കും ഇതെല്ലാം കൂടിയായിട്ടുള്ള ഒറ്റ സെറ്റായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ക്ലേ എടുക്കുക. ഇതുപോലെ നല്ല നീളത്തിൽ എന്ന് പറഞ്ഞാൽ ഈ പാമ്പിൻ്റെ ദേഹം ഉണ്ടാക്കുന്ന പോലെ നമ്മൾ കുറച്ച് നീളത്തിൽ വേണം. കാരണം അരയന്നത്തിന് നല്ല കഴുത്തിന് നല്ല നീളം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ നീളത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നീളം ആകരുത്. അടി കുറച്ച് വണ്ണം കൂടിയും മേളിലോട്ട് വരുന്നതോറും കുറച്ച് വണ്ണം കുറഞ്ഞു വരണം. ആ രീതിയിൽ വേണം നമ്മളിതിൻ്റെ കഴുത്ത് ചെയ്യാൻ. അപ്പോൾ ഏകദേശം നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു അളവൊക്കെ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ ശരീരത്തിനകത്തോട്ട് വെച്ച് നമുക്ക് നോക്കണം. ശരീരം ചെറുതും തല വലുതുമായിട്ടൊരിക്കലും ഇരിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശരീരം വെച്ച് നമ്മൾ നോക്കണം. നമുക്ക് വേണ്ടത്ര അളവിലാണോ വന്നേക്കുന്നത്, അതോ കുറച്ചുകൂടി മാറ്റാനുണ്ടോ എന്നൊക്കെ നമ്മൾ ഇതിൻ്റെ ആ മാറ്റി വെച്ചിരിക്കുന്ന ശരീരം വെച്ച് നമ്മൾ നോക്കണം. ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്യാനുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമില്ല. ഏകദേശം കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. ഇനി അടുത്തത് നമുക്ക് അതിൻ്റെ കൊക്കുണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് നമ്മളതിൻ്റെ ഈ കഴുത്തിൻ്റെ കുറച്ച് നമുക്കൊരു തലയുടെ ഏകദേശം വേണ്ട ഭാഗത്ത് തൊട്ട് നമ്മൾ ഞെക്കി ഒന്ന് പിടിച്ചിട്ട് നമ്മൾ ഈ ചുട്ട് ലെവൽ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ തലയിൽ നമുക്ക് സെറ്റായിട്ട് കിട്ടും.
അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ വർക്കൊന്നും ചെയ്യണ്ട. ജസ്റ്റ് നമ്മൾ ആ കഴുത്തിൻ്റെയും ചുണ്ടിൻ്റെയും നടുക്ക് കുറച്ചൊരു ഭാഗം ഒരു റൗണ്ട് ഷേപ്പ് തല കിട്ടാനായിട്ട് മാത്രം ഇട്ടിട്ട് അപ്പുറം ഇപ്പുറവും പിടിച്ച് അതിൻ്റെ ചുണ്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ എക്സാക്റ്റ് ഞാൻ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു സൈഡിൽ പിടിക്കുക, മറ്റൊരു സൈഡിൽ നിന്ന് ചുണ്ട് ലെവൽ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് തനിയെ തല ഒരു ഏകദേശം ലെവലിൽ നമുക്ക് കിട്ടിക്കോളും. അതിനുശേഷം നമ്മളത് ബോഡിയുമായിട്ട് ചേർത്ത് വെച്ച് ജസ്റ്റ് നമ്മുടെ ഈ വിരലുകളില്ലേ, വിരലുകൾ കൊണ്ട് ജസ്റ്റ് തെന്നിച്ച് തിരുമ്മി കൊടുത്താൽ മതി. അപ്പോൾ ഏകദേശം അത് അതിനകത്തോട്ട് അങ്ങ് ഒട്ടിച്ചേർന്നോളും. അപ്പോൾ അതിനകത്ത് നമുക്ക് വേറെ കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ പീസോ ഒന്നും വെക്കേണ്ടതായിട്ടില്ല. ജസ്റ്റ് നമ്മളത് രണ്ട് സൈഡും ഒരേപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അടി എങ്ങനെ പോയാലും മാക്സിമം നമ്മളതൊരു കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ കഴുത്ത് വെച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ പീസ് വരുമ്പോഴത്തേക്കും നമുക്കത് വെക്കുമ്പോഴത്തേക്കിന് എനിക്ക് പല അളവിലായിപ്പോൾ അപ്പം അരേന ഇരിക്കാതെ വരും. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അടി എപ്പോഴും നമ്മൾ കുറച്ചുകൂടി ഒന്ന് മാക്സിമം ഫ്ലാറ്റ് ആക്കാൻ ശ്രമിക്കുക. കഴുത്തെല്ലാം വെച്ച് കഴിഞ്ഞ് നമ്മൾ സാവകാശം അതിൻ്റെ അടി നമ്മൾ തേച്ച് നന്നായിട്ട് അതിനോട് ബോഡിയോടെ ചേർത്ത് വയ്ക്കണം. ഒരു മാക്സിമം നമുക്കൊരു ഫ്ലാറ്റ് കിട്ടും. ഫ്ലാറ്റ് കിട്ടിയാൽ മാത്രമേ നമ്മുടെ അരയെണ്ണത്തെ നമ്മൾ ടേബിളിലോ അല്ലെങ്കിൽ നമ്മളെവിടെ വെക്കുന്ന സർഫസിലോ അത് ഉറച്ചിരിക്കുന്നുള്ളൂ. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ തല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനും മടങ്ങാനും ഒക്കെ സാധ്യതകളുണ്ട്. അത് കാര്യമാക്കേണ്ടത് നമ്മുടെ വർക്ക് കഴിയുമ്പോഴത്തേന് ലാസ്റ്റായിട്ട് നമ്മളത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ലെവൽ ചെയ്തൊന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ചിറകുകൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ നമ്മുടെ ക്ലേ തന്നെ കുറച്ച് നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇപ്പം ഉരുളം പീസ് വല്ലതും ആണെങ്കിലും കുഴപ്പമില്ല. നമ്മളത് ജസ്റ്റ് കൈ കൊണ്ട് അമക്കി നമുക്കൊരു ഫ്ലാറ്റ് പീസാക്കി എടുക്കണം. ജസ്റ്റ് നമുക്കൊരു ഒട്ടും കട്ടിയില്ലാത്ത നമുക്കതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തക്ക വിധത്തിൽ നല്ല തീരെ കട്ടിയില്ലാതെ ഞെക്കി നമ്മളത് ഫ്ലാറ്റ് ആക്കി എടുക്കണം. ഞാൻ കാണിച്ചതുപോലെ തന്നെ കണ്ടോ, ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഞെക്കി കൊടുത്താൽ മാത്രം മതി. അത് നമുക്ക് അത്യാവശ്യം വേണ്ട വിധത്തിലുള്ള ഫ്ലാറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഒരു ബോർഡ് കൂടി ജസ്റ്റ് ഒന്ന് എടുത്തേക്കാൻ. അത് അത്യാവശ്യം നമുക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വെറുതെ നമ്മുടെ സർഫസ് വെറുതെ കട്ട് ചെയ്ത് കളയണ്ട എന്നോർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. ജസ്റ്റ് ആ ബോർഡ് വെച്ച ശേഷം നമ്മുടെ കത്തി ഉപയോഗിച്ച് നമ്മൾ വേണ്ടതുപോലെ നമ്മൾ ഈ ട്രയാങ്കിൾ ഷേപ്പില്ലേ, നമുക്ക് വേണ്ട പോലെ ഒത്തിരി കട്ടി വരാത്ത രീതിയിലുള്ള ട്രയാങ്കിൾ ഷേപ്പ് ഒരു 5-6 പീസ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്ന പോലെ തന്നെ ചെയ്താൽ മതി. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് മാരേണത്തിൻ്റെ ചിറക് വയ്ക്കാനാണ്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ അതിൻ്റെ ബോഡിയിൽ നമ്മൾ ഈ അരേണത്തേക്കാണ് അതിൻ്റെ പുറത്തായിട്ടായിരിക്കും അതിൻ്റെ ലാസ്റ്റ് ഫെദർ വരുന്നത്. ആ ഒരു നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ട്. ആ ഒരു ഇമാജിനേഷൻ അനുസരിച്ച് നമ്മുടെ ഈ ചിറകൊക്കെ വരുന്ന ആ ഒരു പാറ്റേൺ അനുസരിച്ച് ഒരെണ്ണം കയറ്റി അത് രണ്ടാമത്തത് ഇറക്കി, മൂന്നാമത്തത് കുറച്ചുകൂടി ഇറക്കി, നാലാമത്തത് കുറച്ചുകൂടി ഇറക്കി വയ്ക്കുമ്പോൾ നമുക്കൊരു ചിറകിൻ്റെ ലെവൽ നമുക്ക് കിട്ടും. അപ്പം അതുപോലെ ഇത് ഓരോന്നായിട്ട് സാവകാശം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. വളരെ ശ്രദ്ധിക്കണം. ആ ലൈൻ നമ്മൾ ഈ ഓരോ പീസിൻ്റെയും എൻഡ് മാത്രമേ ഉരയ്ക്കാവൂ. അല്ലാതെ അതിൻ്റെ കൃത്യമായിട്ട് തുറച്ച് കഴിയുമ്പോഴത്തേന് എല്ലാം കൂടി ഒന്നായി പോകും. അപ്പം അങ്ങനെ വരാതെ ഓരോ പീസും നമുക്ക് പ്രത്യേക ഈ ചിറകിൻ്റെ തൂവൽ പോലെ നമുക്ക് എടുത്ത് കാണാം. അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് അത് തേച്ച് എല്ലാം കൂടി ഫ്ലാറ്റായി പോകരുത്. അപ്പം അതുകൂടി ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിലെ ചിറക് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെ ചിറക് കൂടി വെച്ച് കഴിയുമ്പോഴത്തേന് ഏകദേശം അരയന്നത്തിൻ്റെ വർക്ക് നമുക്ക് കംപ്ലീറ്റ് ആകും. നന്നായിട്ട് അത് ബാക്കി എന്തെങ്കിലും ഫോൾട്ടുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് നമ്മളിതുപോലെ നമ്മൾ നോക്കി ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ ആർക്കും വലിയ പെർഫെക്റ്റായിട്ട് മാർക്ക് കിട്ടത്തില്ല. ഇപ്പം ഞാൻ ചെയ്തിട്ട് എനിക്ക് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആർക്കും അങ്ങനെ പെർഫെക്റ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ ചെയ്യാമെന്ന് നമ്മൾ കാണുന്നതൊക്കെ നമ്മളൊന്ന് വൃത്തിയാക്കി പോയി കഴിയുമ്പോഴത്തേനും മാക്സിമം വരുമ്പോഴത്തേക്കിന് അവസാനം ലാസ്റ്റ് ആകുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ.
വേണമെങ്കിൽ കറുത്ത ക്ലേ വെച്ച് നമുക്ക് അതിൻ്റെ ഇഷ്ടം വേണമെങ്കിൽ നമുക്ക് ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കണ്ണൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കണ്ണ് വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല, അതൊരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ ഒന്ന് രണ്ട് തവണ ട്രൈ ചെയ്ത് നോക്കിയപ്പോഴും എനിക്ക് കണ്ണ് വെച്ചപ്പോൾ എനിക്ക് വലിയ ഭംഗിയായിട്ട് തോന്നിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കണ്ണ് വയ്ക്കുന്നില്ല. ഞാൻ നേരത്തെ കണ്ണ് വെച്ചോണ്ട് ഞാൻ ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ണ് വയ്ക്കാനൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ബ്ലാക്ക് ആ ഒരു ക്ലേ വെച്ച് ജസ്റ്റ് ചെറിയ റൗണ്ടൊക്കെ ഉണ്ടാക്കി അത് കണ്ണ് പോലെ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് വെക്കാമെങ്കിൽ നല്ല രസമായിരിക്കും. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതിനകത്ത് ചെറിയ ചെറിയ ചില്ലറ പീസുകളൊക്കെ അവിടെ ഇങ്ങനെ പൊങ്ങിയിരിപ്പുണ്ടോ അല്ലെങ്കിൽ ഭംഗിയുടെ എന്തെങ്കിലും കുറവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് ഔട്ട്പുട്ട് കൂടി ഒന്ന് കാണാം.